എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ജോലി സ്ഥാനങ്ങളിലേക്ക് കടന്നുപോയവർ സമയത്തിനെത്തുവാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം പരിപാലിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ ജോലിക്കായിട്ട് കടന്നു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ആരെയും ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ ബാധിപ്പാനിടയാകാതെ ദൈവത്തിന്റെ കരം ഓരോ പ്രിയപ്പെട്ടവരെയും പരിപാലിക്കേണ്ടതിന് നമുക്ക് ജാഗരിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തതായ ദൈവത്തിന്റെ കരം ഈ നാളുകളിലും സൂക്ഷിക്കും എന്നുള്ളത് കൊണ്ട് ദൈവത്തിങ്കൽ നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ ആ പഠന ഭാഗത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രയോജനത്തിനായി ഞാൻ സ്ക്രീനും കൂടെ പ്ലേ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട്. കർത്താവ് ശ്രദ്ധയോടെ ആയിരിക്കാനായി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. കാണാമോ? പ്രൈസ് ദി ലോർഡ്. വളരെ ഗഹനമായ ഒരു വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അന്ത്യകാല സംഭവങ്ങളായി സ്വർഗത്തിൽ ദൈവസഭയോടുള്ളതായ ബന്ധത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമായി 19 സംഭവങ്ങളാണ് അരങ്ങേറുന്നത് എന്ന് പ്രാരംഭമായി ഞാനത് പറയുവാനായിട്ടിടയായി. അതുകൂടാതെ ലോകവും ഈ പ്രപഞ്ചത്തോടുള്ളതായ ബന്ധത്തിൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം ഭൂമിയിൽ സംഭവിക്കുന്ന 31 സംഭവങ്ങൾ വേറെയുണ്ട്. ദൈവസഭയോടുള്ളതായ ബന്ധത്തിൽ സംഭവിക്കുന്നതായ 19 കൂട്ടം കാര്യങ്ങളിൽ 9ാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. കർത്താവിന്റെ 2 വരവുകളെ തമ്മിൽ നാം ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. എത്ര കേട്ടാലും പിന്നെയും കൺഫ്യൂഷൻ ശേഷിക്കാറാണ് പതിവ്. അത് വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ഒരു കൺഫർമേഷൻ പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. സീക്വൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊരു സന്ദേഹത്തിനും നമുക്ക് കാരണമായി തീരുകയില്ല. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് നാം കാത്തിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ സഭ ഇവിടെ നിന്ന് ആ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. അതിനുശേഷം എതിർ ക്രിസ്തു ലോകത്തിൽ അത് വെളിപ്പെടുവാനായിട്ടിടയാകും. ദൈവ കോപവും അതുപോലെ എതിർ ക്രിസ്തുവിന്റെ ഭരണവും ചേർന്ന് വരുമ്പോഴുള്ളതായ വലിയ പ്രതിസന്ധിയിൽ ഈ ലോകം വല്ലാതെ കഷ്ടപ്പെടുവാനിടയായിട്ട് തീരും. അതിന്റെ ഒടുവിലാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ടിടയായി. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് വലിയ ഒരു വിഷയമാണ്. നമ്മൾ അതിന്റെ ഏകദേശ രൂപമെങ്കിലും ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ ചിന്തയാണ്. കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷത വിവിധ കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ആസ്പെക്ട്സിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതിലൊരു വിഷയം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ചിന്തിപ്പാനായിട്ടിടയായി. അത് വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ പ്രവചനമായ ഹാനോക്കിന്റെ പ്രവചനത്തിന്റെ നിവർത്തീകരണമായിട്ടാണ് നാം ആദ്യമായി ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നത്. ആദമിന്റെ തലമുറയിൽ 7ാം തലമുറക്കാരനായ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും.
300 വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ദൈവത്തിന്റെ പല രഹസ്യങ്ങളും ഹാനോക്കിന് മനസ്സിലായി. അതിലൊരു വലിയ രഹസ്യമാണ് യുഗങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം സംഭവിപ്പാനിരിക്കുന്നതായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചുള്ളതായ തന്റെ പ്രവചനം. ആ പ്രവചനം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും വേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമായ യൂദായുടെ പുസ്തകത്തിൽ ആ പ്രവചനം എഴുതിയിട്ടുണ്ട്. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു. ഇനി കർത്താവിന്റെ ആ വരവിനെ കുറിച്ച് വിവിധ ഘട്ടങ്ങളിൽ ഒന്ന് മാനവജാതിക്ക് ദൈവസഭയ്ക്കുണ്ടാകുന്നതായ ലാഭം എന്താണ്, ലോകത്തിന് സംഭവിക്കുന്നതായ വിഷയം എന്താണ്, അഥവാ ലോകത്തിലെ മനുഷ്യന് സംഭവിക്കുന്നതായ വിഷയം. 3, ഈ ലോകത്തിൽ മനുഷ്യനെ കൂടാതെ ദൈവത്തിന്റെ സൃഷ്ടിയായി എന്തൊക്കെയുണ്ട്? ജന്തുലോകമുണ്ട്, സസ്യലോകമുണ്ട്, മറ്റ് ഗൃഹങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, പ്രപഞ്ച ശക്തികളുണ്ട്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത മൂലം ഇതിനൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത കേവലം മനുഷ്യന് വേണ്ടി മാത്രമല്ല, ദൈവസഭയ്ക്ക് വേണ്ടി മാത്രമോ, കൈവിടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടിയോ മാത്രമോ, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റു ജാതികളായ മനുഷ്യർക്ക് വേണ്ടി മാത്രമോ അല്ല, ദൈവത്തിന്റെ സകല സൃഷ്ടികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനിയും ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ നമ്മെ ത്രസിപ്പിക്കുന്നതായ വിഷയമാണ്. നിങ്ങൾക്കത് പൂർണ്ണമായി മനസ്സിലാകേണ്ടതിന് ഞാൻ ആ സ്ക്രീനിൽ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചു പോകാം, നിങ്ങൾക്കും അത് മനസ്സിലാകേണ്ടതിന്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ക്രീനിൽ അത് നിങ്ങളെ കാണിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് അന്ത്യകാല പ്രവചനത്തിലെ 9ാമത്തെ സംഭവം. നമുക്കറിയാം, ആന്റിക്രൈസ്റ്റ് വെളിപ്പെടുമ്പോ 3 ഘട്ടങ്ങളായിട്ടാണ് ലോകത്തിൽ കഷ്ടതകളുടെ പരമ്പര ഉണ്ടാകുന്നത്. ഒന്നാമത് 7 മുദ്രകൾ പൊട്ടിക്കപ്പെടും. രണ്ടാമത് 7 കാഹളങ്ങൾ ഊതപ്പെടും. മൂന്നാമത് ഭൂമിയിലേക്ക് എറിയപ്പെടുന്ന 7 ദൈവ ക്രോധ കലശങ്ങളുണ്ട്. ഈ 3ഉം ഒന്നിനു പുറകെ ഒന്നായിട്ടായിരിക്കുകയില്ല, ഏതാണ്ട് എല്ലാം ഒരേ സമയത്ത് തന്നെ ആയിരിക്കും ഇത് ഭൂമിമേൽ ചൊരിയുന്നത് എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അത് ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് ഭൂമിമേൽ ചൊരിയപ്പെടുന്നത് ഏതാണ്ട് എല്ലാം സൈമൾട്ടേനിയസ്ലി അത് ചൊരിയപ്പെടുവാനായിട്ടിടയായിട്ട് തീരും. പ്രത്യേകിച്ച് ആദ്യം നാം വായിക്കുന്നതായ 7 മുദ്രകൾ, അതിൽ 6 മുദ്രകൾ തുടർമാനമായി പൊട്ടിക്കുന്നതായി വെളിപ്പാട് പുസ്തകം 6-7 അധ്യായങ്ങൾ കാണുവാനായിട്ട് കഴിയും. പക്ഷെ 6ാമത്തെ മുദ്ര പൊട്ടിച്ചു കഴിയുമ്പോ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്നില്ല. 7ാമത്തെ മുദ്രയ്ക്ക് മുമ്പ് പൊട്ടിക്കുന്നതിന് മുമ്പ് ചില സംഭവങ്ങൾ അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 7 കാഹളങ്ങൾ ഊതുമ്പോ 6 കാഹളങ്ങൾ ഊതി അവിടെ നിർത്തും. 7ാമത്തെ കാഹളം ഊതുന്നതായി ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ ക്രോധകലശത്തിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 7ാമത്തെ മുദ്രയും 7ാമത്തെ കാഹളവും 7ാമത്തെ ക്രോധകലശവും ഏതാണ്ട് ഒരേ സമയത്താണ് ഭൂമിമേൽ ചൊരിയപ്പെടുവാനായിട്ട് പോകുന്നത്. ആ സമയമാകുമ്പോഴേക്കും എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമായ 7 വർഷത്തിന്റെ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തും. അപ്പൊ മനസ്സിലാക്കേണ്ടത് 7ാമത്തെ മുദ്രയും 7ാമത്തെ കാഹളവും 7ാമത്തെ ക്രോധകലശവും ഏതാണ്ട് ഒരേ സമയത്ത് ചൊരിയപ്പെടുമ്പോ ഭൂമിയിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് കഴിയും. 7-ാം കാഹളവും 7-ാം ക്രോധകലശവും ഒരുമിച്ച് അവസാനം പ്രയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടത പ്രവാചകനായ യെശയ്യാവ് വളരെ വിശദമായി മനസ്സിലാകത്തക്കതായ ലഘുവായ ഭാഷയിൽ തന്റെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു എന്നാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി എന്ത് ചെയ്യുന്നു? മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, കിറുകിറെ കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്ന് പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ 7 വർഷത്തെ കഷ്ടതയുടെ ഏതാണ്ട് അവസാന നാളുകളിലെ വിഷയമാണ്. നമ്മുടെ ജസ്റ്റ് ഇമാജിനേഷനിൽ ഒന്ന് ചില കാര്യങ്ങൾ കൊണ്ടുവന്നാൽ, ചില വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ലത്തൂരിൽ ഭൂമി ഏതാനും ചില സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് കുലുങ്ങുവാനായിട്ടിടയായി. എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. ഒരു പട്ടണം അതുപോലെ ഭൂമിക്കടിയിലേക്ക് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ഭൂകമ്പങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ ഏതാനും സെക്കൻഡുകൾ നേരത്തേക്കേ ഉള്ളൂ. പക്ഷേ അതുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതായ വിഷയങ്ങൾ അതിദാരുണമായി നമുക്ക് തുടർമാനമായി കാണുവാനായിട്ട് കഴിയും. ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ ജസ്റ്റ് നെറ്റിൽ ഒന്ന് അടിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എർത്ത്ക്വേക്കിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നതായ എല്ലാ ഭൂമി കുലുക്കങ്ങളുടെയും പരമ്പര നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഏതാനും ചില നിമിഷങ്ങളിലേക്ക് ഭൂമി അതിന്റെ സ്ഥാനത്തിൽ നിന്ന് ഒന്ന് ചലിച്ചാൽ എന്താ സംഭവിക്കുക? അങ്ങനെയെങ്കിൽ ഭൂമി പൊട്ടുമ്പോ, കിറുകിറ കീറുമ്പോ, ഊഞ്ഞാല് പോലെ ഭൂമി ആടുമ്പോ എന്താ സംഭവിക്കുക എന്ന് മനുഷ്യൻ അറിയാത്തത് കൊണ്ട് ഇതാ വായിക്കുന്നു, അന്ന് ഭൂമിയിൽ എന്തു സംഭവിക്കുമെന്നോർത്ത് ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ വലിയ പരിഭ്രമം ഉണ്ടാകും. ഇതൊന്നും എന്റെ സ്വന്തം വാചകമല്ല, ഇത് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഞാൻ അതുപോലെ എഴുതിയിരിക്കുകയാണ്. ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ വലിയ പരിഭ്രമം ഉണ്ടാകും. സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും മാറും. ഭൂമി ഇരുളായി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ചില മിനിറ്റുകൾ നേരത്തേക്ക് സൂര്യൻ ഇരുണ്ടുപോയതായ ഒരു സന്ദർഭം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. കാനഡയുടെ, മെക്സിക്കോയുടെ ഭാഗങ്ങളിൽ പൂർണ്ണമായ ചന്ദ്രഗ്രഹണം. സൂര്യൻ പൂർണ്ണമായി മറയ്ക്കപ്പെടുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പോ പകൽ സമയത്ത് എന്ത് സംഭവിച്ചു? അന്ധകാരം ഭൂമിയിൽ വ്യാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സൂര്യൻ ഇരുളായി മാറുമ്പോ, രാവിലെ എഴുന്നേൽക്കുമ്പോ സൂര്യൻ ഉദിച്ചില്ല എന്നുള്ളതായ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമ്പോ, അത് 1, 2, 3 ദിവസം അല്ല തുടർമാനമായി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്തായി മാറും? ഭൂമിയിലെ നിലനിൽപ്പ് എന്തായി മാറും എന്നോർത്ത് എന്ത് ചെയ്യുകയാണ്? ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ വലിയ പരിഭ്രമം ഉണ്ടാകുകയാണ്. ആകാശത്ത് ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ മിന്നൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ആ കഷ്ടതയുടെ പാരമ്യത്തിലെത്തുമ്പോഴാണ് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. പക്ഷേ ദൈവമക്കളാകുന്നതായ നമ്മൾക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതിന് 7 വർഷങ്ങൾക്ക് മുമ്പേ നാം കർത്താവിന്റെ കാഹള ശബ്ദം കേട്ട് ഇവിടെ നിന്ന് എടുക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നതായ പ്രത്യാശയുടെ വചനം. പക്ഷേ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം, ആ വരവിന് വേണ്ടി നാം ഒരുക്കത്തോടെ ആയിരുന്നെങ്കിൽ മാത്രമേ പോകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തുകാരാണെന്നുള്ള ലേബലിൽ ആരും പോകാനിരിക്കരുത്. ദൈവം വരുന്നത്, കർത്താവ് വരുന്നത് എന്തിനായിട്ടല്ല? ഡിനോമിനേഷനെ ചേർക്കാനല്ല. ഒരു ഡിനോമിനേഷനും പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വരവെങ്കിൽ ആ സിറ്റീസ് പോകുകയില്ല. അത് വ്യക്തികൾക്കാണ്. നാം ഒരു കൂട്ടമായിട്ടിരിക്കുമ്പോ
അവരവർ ഒരുങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പോകുകയുള്ളൂ. ഇല്ല എങ്കിൽ നാം വായിക്കുന്നത് പോലെ രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവളെ എടുക്കും, മറ്റവൾ ഉപേക്ഷിക്കപ്പെടും. രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ ഉപേക്ഷിക്കപ്പെടും. രണ്ടുപേർ ഒന്നിച്ച വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റാൾ ഉപേക്ഷിക്കും. രണ്ടിലൊന്ന് പോകുമെന്നല്ല അതിന്റെ അർത്ഥം, ഒരുക്കപ്പെട്ടവർ പോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിച്ച് ആയിരുന്നാലും, ഒന്നിച്ച് യാത്ര ചെയ്താലും, ഒന്നിച്ച് പാർത്താലും, ഒന്നിച്ചൊരു കിടക്കയിലായിരുന്നാലും ഒരാൾ പോകുന്നത് കൊണ്ട് മറ്റേയാൾ പോകണമെന്നില്ല. ഒരുക്കത്തോടെ ആയിരിക്കുന്നവർ മാത്രമേ പോകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതായ മാനുവലിൻ പ്രകാരം, ദൈവവചനപ്രകാരം നാം ഓരോരുത്തരും ഒരുങ്ങണം. മനുഷ്യൻ പറയുന്നത് പോലെയല്ല, ദൈവം പറയുന്നത് പോലെയാണ് നാം ചെയ്യേണ്ടത്. അപ്പോ മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം തങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞ് മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, പർവ്വതങ്ങളെ ഞങ്ങളെ മറയ്ക്കുവീൻ എന്ന് ഭൂവാസികൾ നിലവിളിക്കും. അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടുകൂടെ തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വരും. ഇതാണ് മഹത്വ പ്രത്യക്ഷതയുടെ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു രൂപം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ മഹത്വ പ്രത്യക്ഷതയിൽ ഇനിയും എന്താ സംഭവിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിവിധ കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രാധാന്യം ഈ മഹത്വ പ്രത്യക്ഷതയ്ക്കുണ്ട്. ദൈവത്തിന്റെ ബഹുമുഖങ്ങളായ വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണമാണ് ഈ പ്രത്യക്ഷത. അനേക വാഗ്ദത്തങ്ങൾ, അനേകമായിരിക്കുന്നതായ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണമായിട്ടാണ്, ഫുൾഫിൽമെന്റ് ഓഫ് ദി പ്രോമിസസ് ആയിട്ടാണ് കർത്താവിന്റെ ഈ മഹത്വ പ്രത്യക്ഷത നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ്, കർത്താവിന് ഭൂമിയിൽ വന്നപ്പോൾ, കർത്താവിന്റെ ജനനത്തിന് മുമ്പ് കർത്താവിന്റെ വഴി ഒരുക്കുവാനായി യോഹന്നാൻ സ്നാപകൻ ജനിച്ചു. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷയേറ്റ് കഴിഞ്ഞപ്പോ സ്നാപക യോഹന്നാന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. എന്താ പ്രസംഗിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെടുവീൻ. യോഹന്നാന്റെ പ്രസംഗം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാവായിട്ട് ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ, സ്വർഗരാജ്യം സ്ഥാപിക്കുവാനായിട്ട് മഹാരാജാവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മിശിഹാ തമ്പുരാൻ വരുന്നുണ്ട്. ആ മിശിഹാ തമ്പുരാൻ വന്ന ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വരുമ്പോ ഇങ്ങനെ നിങ്ങൾ പോയാൽ ശരിയാകുകയില്ല, നിങ്ങൾ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് ആര് പ്രസംഗിച്ചു? 2000 വർഷത്തിന് മുമ്പ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടതായ അനേക യഹൂദന്മാർ യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് ഓടി വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ആ വന്നവരെ എന്ത് ചെയ്തു? അവരുടെ മാനസാന്തരത്തെ പരിഗണിച്ച് ആ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യോഹന്നാൻ അവരെ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനം കഴിപ്പിച്ചു കഴിഞ്ഞപ്പോ അവർ ചോദിച്ചു, വിവിധ ആൾക്കാർ, പ്രധാനമായും 5 കൂട്ടം ആൾക്കാർ യോഹന്നാന്റെ അടുക്കൽ വന്ന് തങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവരവർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കൽ വന്ന് ചോദിച്ചവരോട് പറഞ്ഞു. ഒരു ഉദാഹരണം, പ്രൈസ് ദി ലോർഡ്, സാധാരണ ജനം കടന്നു വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളിൽ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. പട്ടാളക്കാർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്നതായ ശമ്പളം മതിയെന്ന് വെക്കണം. നിങ്ങൾ എന്ത് ചെയ്യരുത്? കിമ്പളം വാങ്ങിക്കാനായിട്ട് പോകരുത്, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ പോകരുത്, അന്യായം കാണിക്കരുത്, ന്യായമില്ലാത്തതിനു വേണ്ടി നിങ്ങൾ കൈക്കൂലി വാങ്ങരുത്. കൈക്കൂലി വാങ്ങി നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ദുർവിനിയോഗം ചെയ്യരുത് എന്ന് ശക്തമായി അവർക്ക് താക്കീത് കൊടുത്തു. പുരോഹിതന്മാരടങ്ങുന്നതായ ഗണം അടുത്തു വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ജനത്തിന് ന്യായം പാലിച്ചു കൊടുക്കണം, അവരുടെ ന്യായത്തെ മറിച്ചു കളയരുത്. ഇങ്ങനെ വിവിധ കാറ്റഗറിയിൽപ്പെട്ടതായ ആൾക്കാര് യോഹന്നാന്റെ അടുത്ത് വന്നപ്പോ അവരവർ ചെയ്യേണ്ടതായ കാര്യം, എല്ലാവരും ഒന്നല്ല ചെയ്യേണ്ടത്,
അവരവരായിരിക്കുന്നതായ സിറ്റുവേഷനിൽ അവരവർ ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു. വളരെ താമസിയാതെ യോഹന്നാന്റെ ശിരച്ഛേദം നടന്നു. യോഹന്നാൻ മരിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാനത്ത് നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആരംഭിക്കുവാനിടയായി. യോഹന്നാൻ പ്രസംഗിച്ച അതേ പ്രസംഗമാണ് യേശു നമ്മുടെ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത്. യേശു പ്രസംഗിച്ചതും ഇത് തന്നെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെടണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ആർക്ക്? യഹൂദന്മാരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പക്ഷേ കർത്താവിന്റെ ആ ശുശ്രൂഷയുടെ ഒടുവിൽ കർത്താവ് എന്തിനാ വന്നത്? കർത്താവ് വന്നത് ഈ ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കാനാണ് വന്നത്. പക്ഷേ രാജാവായി വന്നതായ നമ്മുടെ കർത്താവിനെ യഹൂദന്മാർ അംഗീകരിച്ചില്ല. അവർ ഉദ്ദേശിച്ചിരുന്നതായ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അന്ന് ആയിരുന്നത് റോമൻ ഗവൺമെന്റിന്റെ കിരാതമായ ഭരണത്തിന് കീഴിലാണ്. ആ ഭരണത്തിൽ നിന്ന് തങ്ങളെ വിടുവിക്കുവാനായി വരുന്നതായ ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കർത്താവ് വന്നതോ പുൽത്തൊട്ടിയിൽ മരിയ പ്രസവിച്ച ശേഷം പുൽക്കൊട്ടിയിൽ അവനെ കിടത്തി ആ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ട് യേശുവിനെ ആരും അംഗീകരിച്ചില്ല, യഹൂദന്മാർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ രാജാവാണെന്ന് അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് യഹൂദന്മാരാൽ യേശു കൈവിടപ്പെട്ടു. അവർ അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നത്. സ്വർഗരാജ്യത്തിന്റെ സ്ഥാപനം അവിടെ അവസാനിച്ചു. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് 7 ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് യെരുശലേമിൽ കഴുതയുടെ പുറത്ത് വരുന്നതായ സംഭവം 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങനെയാ വന്നത്. പ്രവചന നിവൃത്തി സെക്കരിയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതായ സെക്കരിയ ആ പ്രവചന നിവൃത്തി എന്ന വണ്ണം സിയോൻ പുത്രി കഴുതയുടെ പുറത്തും കഴുതക്കുട്ടിപ്പുറത്തും ഇതാ വരുന്നു എന്ന് പറഞ്ഞതായ ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി കർത്താവ് കഴുതയുടെ പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിച്ചു. യഹൂദന്മാർ ഗലീലയിൽ നിന്ന് വന്നതായ കൂട്ടമായി വന്നത് യഹൂദന്മാർ എന്താ ചെയ്തത്? യേശുവിന്റെ ആ കഴുതയുടെ മുമ്പാകെ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു, കുരുത്തോലകൾ കഴുതകൾക്ക് നടക്കാനായിട്ട് അത് വെട്ടിയിട്ടു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മാനിക്കുവാനായിട്ടിടയായി. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ യെരുശലേമിൽ ഉണ്ടായിരുന്നതായ യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചു. യേശു ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ രാജാവായി പ്രവേശിച്ചതായ യേശുവിനെ രാജാവായി അംഗീകരിക്കാത്തത് കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ സ്ഥാപനം അവിടെ അവസാനിച്ചു. പിന്നെന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. അതിന്റെ അവസാനം ഗോസ്പൽ ഓഫ് സാൽവേഷൻ ആരംഭിപ്പാനിടയായി. രക്ഷയുടെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്നുള്ളതായ രക്ഷയുടെ സുവിശേഷം ആരംഭിച്ചു. ആ രക്ഷയുടെ സുവിശേഷമാണ് അന്നു മുതൽ ഈ നൂറ്റാണ്ട് വരെ ഇന്ന് വരെ പ്രസംഗിച്ചു വരുന്നത്. ആ പ്രസംഗത്തിനൊരു മാറ്റമില്ല. 2000 വർഷത്തിന് മുമ്പ് ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞു കൊടുത്ത ആ ഗോസ്പൽ ഓഫ് സാൽവേഷൻ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്റെ സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല സൃഷ്ടികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ ഗ്രേറ്റ് മിഷൻ എന്ത് ചെയ്തു? നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിക്കുവാനായിട്ടിടയായി. അന്നു മുതൽ ഇന്നു വരെ ആ സുവിശേഷമാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷം എന്നുവരെ പ്രസംഗിക്കപ്പെടും? കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതുവരെ പ്രസംഗിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മാറ്റപ്പെട്ട് കഴിയുമ്പോ വീണ്ടും ഒരിക്കൽ നിർത്തിവെച്ചതായ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും ആരംഭിക്കും. 4ാമത് കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം
വീണ്ടും സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം ആരംഭിക്കുവാനായിട്ടിടയായിട്ട് തീരും. അപ്പോ ഇപ്പൊ പ്രസംഗിക്കുന്നതായ കൃപയുടെ സുവിശേഷം അഥവാ ഗോസ്പൽ ഓഫ് സാൽവേഷന്റെ രക്ഷയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇതാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയെയും ശിഷ്യരാക്കിക്കൊള്ളണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്നുള്ളതായ വിഷയം നമുക്ക് വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ തന്നെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം, ദൈവം ഭൂമിയിൽ സ്ഥാപിക്കുന്നതായ രാജ്യം ഇസ്രയേൽ എന്നതായ ജനത്തിൽ കൂടിയാണ്. ഞാൻ ചുരുക്കമായി പറയാം. അബ്രഹാമിനെ യഹോവയായ ദൈവം വിളിച്ചപ്പോ അബ്രഹാമിന് ഒരു വാഗ്ദത്വം കൊടുത്തു. അബ്രഹാമിന് ഭൂമിയിൽ തനിക്ക് നൽകാമെന്ന് പറഞ്ഞതായ ഒരു ദേശമുണ്ട്. ആ ദേശത്തിന്റെ കിഴക്കേ അതിരും പടിഞ്ഞാറേ അതിരും തെക്കും വടക്കും അതിരും നിശ്ചയിച്ച് യഹോവയായ ദൈവം തന്റെ ദാസനായ അബ്രഹാമിന് ഒരു വാഗ്ദത്വം കൊടുത്തു. അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും ആ ദേശം കൈവശമായി ഞാൻ കൊടുക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. ആ ദേശത്തിന്റെ അതിർ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ഭൂമിശാസ്ത്രപരമായി തന്നെ എവിടം മുതൽ എവിടം വരെയാണ് എന്ന് ആ കൃത്യതയോടെ ദൈവം അത് നൽകുവാനായിട്ടിടയായിട്ട് തീർന്നു. അബ്രഹാമിന് ശേഷം ഇസഹാക്ക്, ഇസഹാക്കിന് ശേഷം യാക്കോബ്, യാക്കോബിന് ശേഷം യാക്കോബിന്റെ മക്കൾ എന്ത് ചെയ്തു? മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതായ ദേശം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ദൈവം അബ്രഹാമിനോട് അരുളിച്ചതായ വാഗ്ദത്തം ദൈവം മറന്നില്ല. മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യിപ്പിച്ച് യോർദാൻ നദി കടത്തി യെരിഹോ സമഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് യോശുവയോട് പറഞ്ഞു, നീ ഈ ദേശം പിടിച്ചെടുത്ത് നിന്റെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്തതുപോലെ 12 ഗോത്രങ്ങൾക്ക് അത് വിഭാഗിച്ചു കൊടുക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ വിഭാഗിക്കപ്പെട്ടതായ ആ രാജ്യം, ദൈവം വാഗ്ദത്തം ചെയ്തതായ രാജ്യം പൂർണ്ണമായി കൈവശപ്പെടുത്തിയത് മഹാരാജാവായ ദാവീദായിരുന്നു. ദാവീദിന്റെ സമയത്ത് താൻ ചുറ്റുമുള്ളതായ ശത്രുക്കളെ എല്ലാം കീഴടക്കി സ്വസ്ഥതയുള്ളതായ ഒരു രാജ്യം ദാവീദ് സ്ഥാപിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ദാവീദിന്റെ സന്തതിയിൽ കൂടെ ജനിപ്പാനിരിക്കുന്നതായ മിശിഹാതമ്പുരനായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ദേശമായി ആ രാജ്യത്തിന്റെ വിശദീകരണമായി നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എന്താ സംഭവിച്ചത്? വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ദാവീദിന് ശേഷം ശലോമോൻ വന്നു. ശലോമോന് ശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒടുവിൽ 20ഓളം രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞപ്പോ ഇസ്രയേൽ പൂർണ്ണമായും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുവാനിടയായി. എന്താ കാരണം? യഹോവയായ ദൈവം മോശ മുഖാന്തരം കൊടുത്തതായ പ്രമാണങ്ങൾ ഇസ്രയേൽ അനുസരിക്കുകയോ അത് പ്രമാണിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, യഹോവയായ ദൈവത്തെ അവർ വിട്ടുകളഞ്ഞ് ബിംബാരാധനയിലേക്കും അന്യാരാധനയിലേക്കും തിരിഞ്ഞ് ദൈവത്തെ മറന്നു കളഞ്ഞത് കൊണ്ട് ദൈവം അവരെ എന്നേക്കുമായി പ്രവാസത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അശൂർ രാജാവ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി നിങ്ങളോട് പറഞ്ഞതായ കാര്യങ്ങളാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2 ഗോത്രങ്ങൾ അടങ്ങിയതായ യഹൂദ രാജ്യത്തെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് പിടിച്ചു കൊണ്ടുപോകുവാനിടയായി. എന്നാൽ 70 വർഷങ്ങൾക്ക് ശേഷം ആ 2 ഗോത്രങ്ങളെ യഹൂദന്മാരെന്നുള്ളതായ രീതിയിൽ അവരെ മടക്കി വരുത്തുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തിയതായ ദൈവജനത്തിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും തങ്ങളെ ഭരിക്കുവാൻ ഒരു മിശിഹാതമ്പുരാനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രൈസ് ദി ലോർഡ് ആ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ളതായ ഒരു കംപ്ലീറ്റ് ധാരണ യഹൂദന്മാരുടെ മനസ്സിലുണ്ടായി. ആ ധാരണയാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ കൂടെ നിവർത്തീകരിപ്പാനിരിക്കുന്നത്. അത് യഹൂദന്മാരുടെ വീക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. അത് യഹൂദന്മാരുടെ വീക്ഷണമാണ്. ആ യഹൂദ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ദൈവസഭയുടെ വീക്ഷണം. യഹൂദന്മാരുടെ വീക്ഷണം അങ്ങനെ ഇരിക്കുമ്പോ
ദൈവജനമായിരിക്കുന്നതായ നമ്മുടെ വീക്ഷണം, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ളതായ ബന്ധത്തിൽ ദൈവസഭയുടെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്. മഹത്വ പ്രത്യക്ഷത വിവിധ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും ബാധകമാകുക. മഹത്വ പ്രത്യക്ഷത അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളുടെയും പ്രവചന നിവൃത്തീകരണമായിരിക്കും. ഏറ്റവും വലിയ വാഗ്ദത്തം ഈ ഭൂമിയിൽ ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുമെന്നുള്ളത്. സഭയുടെ പെർസ്പെക്റ്റീവിൽ മഹത്വ പ്രത്യക്ഷത എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്? കർത്താവിന്റെ ശുശ്രൂഷാവേളയിൽ പത്രോസ് കർത്താവിനൊരു ചോദ്യം ചോദിച്ചു. എന്താ പത്രോസ് ചോദിച്ച ചോദ്യം എന്നറിയാമോ? കർത്താവെ, ഞങ്ങൾ സകലതും വിട്ടെന്ത് ചെയ്തു? ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിപ്പാനായിട്ടിടയായി. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിപ്പാനിടയായി. പ്രൈസല്ലോ. പത്രോസിന്റെ ചിന്ത അതാണ്. കാരണം എന്താ? പത്രോസ് പടക് വിട്ടു, വല വിട്ടു, തനിക്ക് കിട്ടിയതായ സമ്പാദ്യം എല്ലാം വിട്ടു, കർത്താവിനെ അന്ധമായി പിൻപറ്റുകയും. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. പക്ഷേ ഒരു മാറ്റവും വരുന്നതായിട്ട് പത്രോസിന് തോന്നിയില്ല. എന്നും കർത്താവിന്റെ പുറകെ പോകുക, കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അവരുടെ ജീവിത നിലവാരത്തിന് ഒരു മാറ്റവും പത്രോസിന് ദർശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവിൽ സഹികെട്ട് പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, സകലതും വിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അങ്ങേ പിൻപറ്റി. ഞങ്ങൾക്ക് ഇനി എന്തോ കിട്ടും? അതൊരു നോർമലായ ചോദ്യമാണ്. നമ്മളും ചോദിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, സഭായോഗത്തിന് പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ പറയും. എന്തോ കിട്ടും എനിക്കെന്നുള്ളതാണ് ചോദ്യം, നമ്മളും ചോദിക്കുന്നതായ ചോദ്യം. പത്രോസും അതേ ചോദ്യം ചോദിച്ചു. പത്രോസിന് കിട്ടിയ മറുപടി എന്താണെന്നറിയാമോ? യേശു പത്രോസിനോട് പറഞ്ഞത്, എന്റെ രാജ്യത്തിൽ നിങ്ങൾ എന്നോടുകൂടെ പന്തിക്കിരിക്കും. എന്നോടുകൂടെ പന്തിക്കിരിക്കും. 2, സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേലിനെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. ഇതാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞ കാര്യം. പ്രൈസ് ദി ലോർഡ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചോദ്യങ്ങൾ പലപ്പോഴും ഈ ലോകത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഈ ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച്, നമ്മുടെ പേഴ്സിലെ പൈസയുടെ എമൗണ്ട് എങ്ങനെയാ കൂട്ടുന്നത് എന്നതിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച്, ഇല്ലേ, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനുള്ള ബന്ധത്തിലാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്. പക്ഷേ കർത്താവിന് തരാനുള്ളതായ ഉത്തരം ഇതിനെ സംബന്ധിച്ചേ അല്ല. എപ്പോ ജോലി കിട്ടുമെന്നോ, എത്ര രൂപ ശമ്പളം കിട്ടുമെന്നോ, ബാങ്ക് ബാലൻസ് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നോ, എത്ര ഏക്കർ പുരേളം വാങ്ങിക്കാൻ കഴിയുമെന്നോ, എന്തോ വാഹനം വാങ്ങിക്കാൻ കഴിയുമെന്നോ ഒന്നും അല്ല കർത്താവിന്റെ ഉത്തരം. പ്രൈസ് ദി ലോർഡ്. അതൊന്നും കർത്താവിന്റെ വിഷയവുമല്ല. കർത്താവിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യതയിൽ നമുക്ക് എന്ത് തരാൻ കഴിയുമെന്നുള്ളതാണ് കർത്താവിന്റെ ഉദ്ദേശം. കാരണം ഈ ലോകത്തുള്ളതായ സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് പൗലോസ് പറഞ്ഞത്. പൗലോസ് ഇതിനെ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണാനായിട്ടിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. തീയിടാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്നതായ വേസ്റ്റിന്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ കാണുന്നതായ സകലതും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ നാൾ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാത്തിനും വിഘടനം സംഭവിക്കും. വിഘടനം സംഭവിച്ച ആറ്റങ്ങളായിട്ട് മാറ്റപ്പെടും. വലിയ ഊർജം റിപ്പൽ ചെയ്യപ്പെടും. ആ ഊർജത്തിൽ സകലതും കത്തി നശിക്കും. ഈ കാണുന്ന മനോഹരമെന്നും നമ്മൾ പറയുന്നതായ സകലതും കത്തി നശിക്കും. അപ്പൊ ഭൂമിയിൽ എന്ത് സ്വരൂപിച്ചെന്ന് പറഞ്ഞാലും, എന്ത് നേടിയെന്ന് പറഞ്ഞാലും അതെല്ലാം വേസ്റ്റ് ആണ്. വേസ്റ്റ് കത്തിപ്പോകുന്നത് പോലെ കത്തിപ്പോകും. അതുകൊണ്ടാണ്
ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് ഭൗതികമായ വിഷയങ്ങളിൽ ദൈവം അതിന് പ്രാധാന്യം കൽപ്പിക്കാത്തത്. പക്ഷേ ഭൗതികം തരികയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു മനുഷ്യന് ജീവിപ്പാൻ ആവശ്യമായ സകലതും ദൈവം തന്നെ മക്കൾക്ക് നൽകുവാൻ വിശ്വസ്തനാണ്. നാം ചോദിക്കുന്നത് കർത്താവ് തരും. പക്ഷേ ദൈവത്തിന് താല്പര്യം നാം നിത്യതയ്ക്ക് വേണ്ടി കരുതണമെന്നുള്ളത്. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, എന്റെ രാജ്യത്തിൽ നിങ്ങൾ എന്നോടുകൂടെ പന്തിക്കിരിക്കും. സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിനെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. ഒരു പടക് വിട്ട് കഴിഞ്ഞപ്പോ പത്രോസ് വിചാരിച്ചു കർത്താവിനെ പിൻപറ്റിയാൽ അതുകൊണ്ട് കപ്പൽ വാങ്ങിക്കാം എന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷേ കപ്പലിനെ കുറിച്ചോ പത്രോസ് വിട്ടുകൊടുത്തതായ ആ വല നിറച്ചുള്ളതായ മീനിനെ കുറിച്ചോ പടകിനെ കുറിച്ചോ ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് പത്രോസിന്റെ ചിന്തകൾക്ക് അതീതമായി, പത്രോസിന് ഒരിക്കലും വിചാരിപ്പാൻ കഴിയുന്നതിനേക്കാൾ അതീതമായി, പത്രോസിന്റെ മനസ്സിൽ വരുന്നതായ കാര്യങ്ങൾക്ക് അതീതമായി പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ 12 നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് എന്ത് ചെയ്യും? നിങ്ങൾ സിംഹാസനത്തിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. പത്രോസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയോട് പറഞ്ഞു എന്നാണ് അർത്ഥം. ഇത് നമ്മോടുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നവർ എന്ത് ചെയ്യും? കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്ന് ഈ ലോകം ഭരിക്കുമെന്നുള്ളതാണ് മഹത്വ പ്രത്യക്ഷതയുടെ ഒടുവിലത്തെ സംഭവമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സിംഹാസനങ്ങളിൽ ഇരുന്ന് ഭരിക്കുവാനായിട്ടേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ യോഗ്യരായിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ പ്രാപ്തിക്കനുസരിച്ച് ഭരണകർത്താക്കളായി കർത്താവ് നിയമിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും എന്റെ വാചകങ്ങളല്ല, ഇതൊക്കെ വേദപുസ്തകത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതായ കാര്യമായതുകൊണ്ടാണ് ഞാനിത് ഇത്രയും തറപ്പിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കർത്താവ് തന്റെ സിംഹാസനം വെക്കുമ്പോൾ ദൈവസഭ ഭരണകർത്താക്കളായിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ അവസാനം നടക്കാൻ പോകുന്നത്. കർത്താവ് തന്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. 5 സെന്റ് സ്ഥലം വാങ്ങിക്കുമെന്നോ 10 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിക്കുമെന്നോ അല്ല അതിന്റെ അർത്ഥം. അതല്ല കർത്താവ് അർത്ഥമാക്കിയത്. കർത്താവ് അർത്ഥമാക്കിയത് സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മേൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അധികാരം സ്ഥാപിക്കുവാനായിട്ട് കഴിയും, ഭരിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ സാരം. ഇത് വെറുതെ തിയറിയായിട്ട് കണക്കാക്കരുത്. തിയറി അല്ല, ഇത് പ്രാക്ടിക്കൽ ലൈഫ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയുള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളാണത്. പൗലോസ് എന്താ പറയുന്നത് നോക്കിയേ? ക്രിസ്തുവിൽ ഇരിക്കുകയും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ അനുഭവിക്കുകയും വേണം. ഇതാണ് ദൈവിക സൗമ്യത. ഇത് സാധ്യമാകുന്നതോ കർത്താവിന്റെ നുകത്തിൻ കീഴിൽ വരുമ്പോൾ മാത്രം. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്ന ഭക്തൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പീഡ വരാൻ കാരണം? പീഡ വരുവാൻ കാരണം അനേകങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരു പ്രധാനപ്പെട്ട കാരണം പ്രൈസ് ദി ലോർഡ്, നാം ഈ ഭൂമിയിൽ സൗമ്യതയുള്ളവരാണ് എന്ന് തെളിയിക്കണം. നമ്മുടെ പരീക്ഷണ ശാലയാണിത്. നമുക്ക് തന്നിരിക്കുന്നതായ ട്രെയിനിങ് പീരീഡാണ്, നമ്മുടെ പ്രൊഫഷണറി പീരീഡാണ്. എന്താണ്? നാം സൗമ്യതയുള്ളവരാണ് എന്ന് തെളിയിക്കണം. അത് മാതൃകയാലാ തന്നേച്ചു പോയത്? മാതൃക തന്നേച്ചു പോയത് കർത്താവാണ്. കർത്താവിനെ പിടിച്ചു കോടതികളുടെ മുമ്പാകെ ഒന്നിനു പുറകെ ഒന്നായി ഹാജരാക്കി. പിലാത്തോസിന്റെ മുമ്പിൽ വന്നപ്പോ പിലാത്തോസിനോട് പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ലഗ്യോനിലധികം ദൂതന്മാരെ ഇവിടെ ഇറക്കുവാൻ എനിക്ക് കഴിയും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 ദൂതന്മാരുടെ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്,
6000-ത്തിലധികം ദൂതന്മാരെ ഒറ്റയടിക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഭൂമിയിൽ ഇറക്കാൻ പറ്റും. ഒരു ദൂതന്റെ കപ്പാസിറ്റി നമുക്കറിയാം. എന്താണ് ഒരു ദൂതന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? അശൂർ പാളയത്തിൽ ദൈവജനത്തെ എതിർക്കുവാനായിട്ട് കടന്നു വന്നതായ അശൂർ പാളയത്തിൽ ദൈവം ഒരു രാത്രിയിൽ ഒരു ദൂതനെ ഇറക്കി. ആ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ വന്ന് ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ സംഹരിച്ചു എന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. അപ്പൊ ഒരു ദൂതൻ ഇറങ്ങിയാൽ 1,85,000 പേരെ ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ 6000 ദൂതന്മാർ ഒന്നിച്ചിറങ്ങിയാൽ പ്രൈസ് ദി ലോർഡ് ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ കർത്താവ് ഒരു വാക്കും മിണ്ടിയില്ല. ഏതുമില്ലാത്തതായി നിസ്സാരനായ മനുഷ്യൻ സൃഷ്ടിതാവായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ചെകിട്ടത്തടിച്ചപ്പോ കർത്താവ് സൗമ്യനായി നിന്ന് അത് കൊള്ളുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നേരെ പറഞ്ഞ അപവാദങ്ങൾ തന്റെ തല മുതൽ പാദം വരെ യഹൂദന്മാർ പിച്ചു ചിന്തിയപ്പോൾ ഒരു വാക്കും എതിര് പറഞ്ഞില്ല. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതാണ് സൗമ്യത. ആ സൗമ്യത നമുക്കൊരു പാഠമാക്കിയെടുത്ത് നാം സൗമ്യരാണെന്ന് തെളിയിക്കുമ്പോ ഭൂമിയെ നമുക്ക് അവകാശമായി തരുമെന്ന കർത്താവ് പറഞ്ഞത്. പൗലോസും അത് തന്നെയാണ്. അതുകൊണ്ട് കർത്താവിനോടുകൂടെ നാം കഷ്ടങ്ങളിൽ കൂട്ടായ്മ അനുഭവിക്കണം. കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് വേദനിക്കുമ്പോഴാണ് നാം പ്രകോപനം ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ദേഷ്യം പുറത്തു വരുന്നത്. നമ്മളെ ഒന്ന് അപമാനിക്കുവാനായിട്ട് വാക്ക് പറയുമ്പോഴാണ് നമ്മുടെ സ്വരത്തിന് വ്യത്യാസം വരുന്നത്. നമുക്ക് ക്ഷമിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവിനെ നോക്കിയാൽ കർത്താവിന് പറഞ്ഞതായ ചീത്ത വാക്കുകൾ ഒരു യൗവനക്കാരൻ ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്തതായ രീതിയിലാണ് കർത്താവിനോട് തന്റെ ശത്രുക്കൾ പറഞ്ഞത്. പക്ഷേ അതെല്ലാം കേട്ട കർത്താവ് മിണ്ടാതെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്നോട് ചേർന്ന് എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എന്ന് വാക്കുകൊണ്ട് പറയുകയല്ല. പ്രൈസ് ദി ലോർഡ്. തിയറിറ്റിക്കലി അല്ല, പ്രാക്ടിക്കലി കർത്താവ് അത് കാണിച്ചു. നാം പ്രാക്ടിക്കലി തെളിയിക്കേണ്ടവരാണ്. എന്തിനു വേണ്ടി? ഭൂമിയെ അവകാശമാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് ശ്രദ്ധിക്കൂ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത കഴിയുമ്പോ ഭൂമിയിൽ സമാധാനം തെക്ക് നിന്ന് വടക്ക് വരെയും ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമാധാനം കൊണ്ട് നിറയും. സമുദ്രം വെള്ളം കൊണ്ട് നിറയുന്നത് പോലെ ഭൂമി മുഴുവനും ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് ദൈവസഭ മുഖാന്തരമാണ് സാധ്യമാകുന്നത്. ദൈവസഭയാണ് അതിന് കാരണക്കാരാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ കൽപ്പന കൊടുത്തത് കൊണ്ട് ദൈവരാജ്യം തങ്ങൾക്ക് നൽകുമെന്നുള്ളതിന് ആ ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവരാജ്യത്തെ കുറിച്ച് നാം ആരോടെങ്കിലും പറഞ്ഞാൽ രക്ഷിക്കപ്പെടണമെന്ന്, സ്നാനപ്പെടണമെന്ന്, ദൈവഭാഗത്തേക്ക് വരണമെന്ന്, മതം മാറണമെന്ന് ആരും പറയരുത്. സമുദായം മാറണമെന്ന് ആരെയും പഠിപ്പിക്കരുത്. സമുദായം മാറിയത് കൊണ്ടോ മതം മാറിയത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്. മതം മാറ്റമല്ല വിഷയം. എന്താണ്? നമ്മുടെ മനസ്സ് മാറി ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ, പറയുവാൻ നാം തയ്യാറായാൽ ആ ദൈവരാജ്യം നമുക്ക് അവകാശമായി തരും. ആ രാജ്യം ഭരിക്കുവാൻ നാം ഭരണകർത്താക്കളായി മാറ്റപ്പെടും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മനുഷ്യന് വരുന്നതായ ചേഞ്ച്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക് വരുന്ന ചേഞ്ച്. ദൈവസഭയ്ക്ക് എന്തായി മാറും? ദൈവസഭയിലുള്ളതായ ഓരോ അംഗങ്ങളും ഭരണകർത്താക്കളായി മാറും. കർത്താവിന്റെ മഹത്വ പ്രതീക്ഷിതയെങ്കിൽ ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദൈവസഭയ്ക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ബെനിഫിറ്റ്?
പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് മാത്രമല്ല കേട്ടോ, കർത്താവിന്റെ സൃഷ്ടിയാണ് ജന്തുലോകം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വന്യമൃഗമായാലും വീട്ടുമൃഗമായാലും കാട്ടുമൃഗമായാലും നാട്ടുമൃഗമായാലും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യനെ കൊന്നു തിന്നുന്നതായാലും മൃഗങ്ങളെ കൊന്നു തിന്നുന്നതായാലും അഥവാ സസ്യമുക്കായാലും എന്തും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ ദൈവത്തിന്റെ സൃഷ്ടിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? അതുപോലെ ദൈവം സസ്യലോകത്തെ സൃഷ്ടിച്ചു. അനേകം നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതായ വൃക്ഷങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിമിഷ നേരം കൊണ്ട് നശിച്ചു അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് നശിച്ചു പോകുന്നതായ സസ്യങ്ങളുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് ചിന്തിക്കുവാനായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ളതായ സമയം ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. സസ്യലോകത്തിനും ജന്തുലോകത്തിനും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വ്യത്യാസം എങ്ങനെയാണ്? ആ വ്യത്യാസങ്ങൾ നാം മുഖാന്തരമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പദവി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ളതായ സസ്യലോകത്തിനും ഇന്നുള്ളതായ ജന്തുലോകത്തിനും അടിസ്ഥാനപരമായി മാറ്റം വരും. ആ മാറ്റം ദൈവം അവർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, നാം മുഖാന്തരമാണ് അവർക്ക് വരുന്നത് എന്നാണ് റോമാലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഫർദർ എന്തെങ്കിലും അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏത് ചോദ്യവും ചോദിക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ചോദിക്കണം. പ്രൈസ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതായ ദൈവവചനം നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ.